ഏവർക്കും ദേവിയുടെ നാമത്തിൽ നമസ്കാരം. നവരാത്രിയുടെ പുണ്യദിനങ്ങളിൽ ഒന്നാം ദിനത്തിലെ ശൈലപുത്രിയുടെ ദൃഢതയിൽ നിന്നും സ്ഥിരതയിൽ നിന്നും നാം ഇന്ന് രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിനം തപസ്സിന്റെയും ജ്ഞാനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ ദേവി ബ്രഹ്മചാരിണിക്കാണ്. നവദുർഗാ സ്തോത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദ്വിതീയം ബ്രഹ്മചാരിണി. രണ്ടാമത്തെ രൂപം ബ്രഹ്മചാരിണി ദേവിയുടേതാകുന്നു. ശൈലപുത്രി എന്ന മകളുടെ രൂപത്തിൽ നിന്ന് തന്റെ ജീവിത ലക്ഷ്യം നേടാനായി കഠിനമായ സാധന അനുഷ്ഠിക്കുന്ന താപസിയുടെ ഭാവത്തിലേക്ക് ദേവി പരിണമിക്കുകയാണ് ബ്രഹ്മചാരിണി രൂപത്തിലൂടെ. തന്റെ പ്രിയതമനായി ഭഗവാൻ ശിവശങ്കരനെ പ്രാപിക്കാനായി കഠിന തപസ്സിലേർപ്പെടുകയാണ് ദേവിയുടെ ബ്രഹ്മചാരിണി രൂപം. ബ്രഹ്മം എന്ന വാക്കിന് പരമമായ സത്യം, അറിവ്, തപസ് എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. ചാരിണി എന്നാൽ അനുഷ്ഠിക്കുന്നവൾ അഥവാ സഞ്ചരിക്കുന്നവൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ബ്രഹ്മചാരിണി എന്നാൽ തപസ്സനുഷ്ഠിക്കുന്നവൾ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ, അതായത് പരമമായ സത്യത്തിലേക്ക് സഞ്ചരിക്കുന്നവൾ എന്നാണ് അർത്ഥം. ഹിമവാന്റെ പുത്രിയായ പാർവതി ഭഗവാൻ ശിവനെ ഭർത്താവായി ലഭിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ ഘോരമായ തപസ്സനുഷ്ഠിച്ച കഥ നാം കേട്ടിട്ടുണ്ടല്ലോ. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ആ തപസ്സിൽ ദേവി ലൗകികമായ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് ആദ്യം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. പിന്നീട് അതും ഉപേക്ഷിച്ച് മരത്തിൽ നിന്ന് വീഴുന്ന ഇലകൾ മാത്രം ഭക്ഷിച്ചു. ഒടുവിൽ അതും ഉപേക്ഷിച്ച് പൂർണ്ണമായി ഉപവാസം അനുഷ്ഠിച്ചു. ഇലകൾ പോലും ഉപേക്ഷിച്ചത് കൊണ്ടാണ് ദേവിക്ക് അപർണ എന്ന പേരു ലഭിച്ചത്. ദേവിയുടെ ഈ കഠിനമായ തപസ്സിൽ 3 ലോകങ്ങളും പ്രകമ്പനം കൊണ്ടു. ഒടുവിൽ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ശിവൻ പാർവതിയെ തന്റെ പത്നിയായി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ലക്ഷ്യത്തിനു വേണ്ടി സർവവും ത്യജിക്കുന്ന ഈ തപസ്വിനി ഭാവമാണ് ബ്രഹ്മചാരിണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേവി ബ്രഹ്മചാരിണിയുടെ രൂപം വളരെ ലളിതവും എന്നാൽ അതീവ തേജോമയവുമാണ്. ധവള വസ്ത്രം, അതായത് വെള്ളവസ്ത്രം ധരിച്ച് നഗ്നപാതയായി സഞ്ചരിക്കുന്ന ഒരു തപസ്വിനിയെയാണ് ദേവിയിലൂടെ വർണ്ണിക്കുന്നത്. ദേവിയുടെ വലത് കൈയിൽ ജപമാലയും ഇടതു കൈയിൽ കമണ്ഡലവുമുണ്ട്. ഇത് ഒരു താപസ സ്വരൂപത്തെയാണ് വ്യക്തമാക്കുന്നത്. ജപമാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകാഗ്രതയുടെയും നിരന്തരമായ സാധനയുടെയും പ്രതീകം എന്ന രീതിയിലാണ്. ലക്ഷ്യം നേടുന്നത് വരെ തന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒരേ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന ആ മഹത്തായ സന്ദേശമാണ് ജപമാല നമുക്ക് നൽകുന്നത്. കമണ്ഡലു ഇത് ത്യാഗത്തിന്റെയും ആത്മീയ ശുദ്ധതയുടെയും ആധ്യാത്മിക ശുദ്ധിയുടെയും പ്രതീകമാണ്. ഒരു തപസ്വിനിക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ആ കമണ്ഡലുവിലെ ജലം പോലെ ലളിതമാണ്. ലൗകികമായ ആസക്തികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയമായ അമൃത നേടുന്നതിനെയാണ് ഈ കമണ്ഡലു സൂചിപ്പിക്കുന്നത്. ഈ രൂപം ദൃഢനിശ്ചയം, ആത്മനിയന്ത്രണം, വൈരാഗ്യം, ത്യാഗം തുടങ്ങിയവയുടെ പ്രതീകമാണ്. യോഗശാസ്ത്രപ്രകാരം ദേവി ബ്രഹ്മചാരിണി സാധ്വിഷ്ഠാന ചക്രത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ്. മൂലാധാരത്തിൽ നിന്നും ഊർജം ഉണർന്ന് അടുത്ത പടിയിലേക്ക് കടക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മചാരിണിയെ ഉപാസിക്കുന്ന ഭക്തന് ക്ഷമയും ആത്മനിയന്ത്രണവും ഏകാഗ്രതയും ലഭിക്കുന്നു.
ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും തപസ്സുകൊണ്ട് നേരിടാനുള്ള മനോബലം ദേവിക്ക് ലഭിക്കുന്നു. കോപം, ആസക്തി തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കാനും സദാചാര നിഷ്ഠമായ ഒരു ജീവിതം നയിക്കാനും ദേവിയുടെ അനുഗ്രഹം സഹായിക്കും. അതുകൊണ്ട് നവരാത്രിയുടെ ഈ 2ാം ദിനം ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കഠിനമായ പ്രയത്നത്തെയും ആത്മീയമായ അച്ചടക്കത്തെയും ഏകാഗ്രതയുടെ പ്രാധാന്യത്തെയുമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ ബ്രഹ്മചാരിണിയെ പോലെ കഠിനമായ സാധനയും ത്യാഗവും ആവശ്യമാണെന്ന് ഈ ദിനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ശക്തിക്കും പ്രതിസന്ധികളിൽ തളരാതിരിക്കാനുള്ള മനക്കരുത്തിനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഉയർന്ന തലത്തിലേക്ക് പോകാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് ദേവിയെ ബ്രഹ്മചാരിണിയെ പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ബ്രഹ്മചാരിണി ദേവിയെ ആരാധിക്കുന്നതിലൂടെ നല്ല ഏകാഗ്രതയും ബുദ്ധിശക്തിയും പ്രാപിക്കുമെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ അനുഗ്രഹം നമ്മൾ സർവരിലും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2ാം ദിവസത്തെ ബ്രഹ്മചാരിണി രൂപത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ജയ് മാതാദി. നമസ്തേ.